വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫർണിച്ചറിന്റെ ലേഔട്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ബെഡ്റൂമിൽ ഇപ്പം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, ഒരു ബെഡ് വരും, വാർഡ്രോബ് വരും, ചിലപ്പോൾ സ്റ്റഡി ടേബിൾ വരും, പിന്നെ വിൻഡോസ് ഉണ്ടാവും, ഡോസ് ഉണ്ടാവും, വിൻഡോസ് ചിലപ്പോൾ ബേ വിൻഡോ ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്ലാനിൽ തന്നെ നമ്മൾ പ്ലാനിൽ തന്നെ ഡ്രോയിങ്ങിൽ തന്നെ മെൻഷൻ ചെയ്ത് പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരുപാട് കൺസ്ട്രക്ഷന്റെ ടൈമിലുള്ള കൺഫ്യൂഷൻസ് എല്ലാം മാറുള്ളൂ. അപ്പം ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം സോഫ, TV യൂണിറ്റ്, ഇതെല്ലാം, പിന്നെ ക്രോക്കറി, കിച്ചണിലെ പ്ലേസ്മെന്റ്, ഓരോന്നിന്റെയും അതുപോലെ എല്ലാത്തിന്റെയും പ്ലേസ്മെന്റുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പം ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ചെയ്ത് തന്നില്ലെങ്കിലും ക്ലയന്റ് ചോദിക്കണം, ഇത് എങ്ങനെയാണ് വരുന്നത്, അത് മാർക്ക് ചെയ്ത് തരാനായിട്ട് പറയണം പ്ലാനിൽ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എറേഴ്സ് നമുക്ക് കൺസ്ട്രക്ഷൻ ടൈമിലുള്ളത് മാറ്റാൻ പറ്റും. പിന്നെ പ്ലാൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ കൺസ്ട്രക്ഷന്റെ ടൈമിൽ പ്ലാനുകൾ മാറ്റുന്നത്, മൈനറായിട്ട് മാറ്റങ്ങൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒരുപാട് കൂടും. കാരണം പിന്നെ ഡെമോളിഷൻ, അത് പൊളിക്കണം, അത് കഴിഞ്ഞ് പിന്നെ റീവർക്ക് ചെയ്യണം. ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതിന് കുറച്ചും കൂടെ ടൈം എടുത്താലും പിന്നീടുള്ളതിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. അതായത് കൺസ്ട്രക്ഷന്റെ ടൈമിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്.